ഹലോ ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലായിടത്തും മഴയാണ്. അപ്പം മഴയില്ലാത്ത എങ്ങും ഇല്ലെന്ന് തോന്നുന്നല്ലേ. അപ്പം എല്ലാവരും സേഫാണോ? അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇതേ ചായ ഇട്ട് ഇന്ന് രാവിലെ ചായയിൽ തന്നെയാണ് തുടങ്ങുന്നത്. മഴയൊക്കെ ആയതുകൊണ്ട് ഒരു ചായയൊക്കെ ഇട്ട് ചൂടോടെ കുടിച്ചുകൊണ്ട് ഇന്ന് ജോലി ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ ഇതേ സാമ്പാറിന് വേണ്ടിയിട്ട് പരിപ്പ് വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ ചായ ഇട്ട്. പിന്നെ പൈപ്പിൻ്റെ അവിടെ ഇന്നലെ ആണെങ്കിൽ വേസ്റ്റ് കവറൊക്കെ വെച്ചിരുന്നേ, വെള്ളം ഊറിപ്പോകാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു. അതിനെ രാവിലെ എടുത്തൊക്കെ കളഞ്ഞു. എന്നിട്ട് ചായയൊക്കെ ഇട്ട് കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ചെറിയൊരു തേങ്ങയാണ്, പൊട്ടിച്ചപ്പോഴത്തേന് മുറിഞ്ഞു പോയ ഒരു പീസും ഉണ്ട്. അതൊന്നും ഞാൻ കളയാതെ വെച്ചിരിക്കുക, വേറൊന്നും കൊണ്ടല്ല കേട്ടോ. തേങ്ങയെന്നല്ല, നമ്മുടെ എല്ലാ സാധനങ്ങൾക്കും വില കൂടിയല്ലോ. ഇപ്പം എന്താ ഒന്നും വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. അപ്പം നമുക്കിവിടെ തേങ്ങ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തേങ്ങ വാങ്ങിക്കണ്ടായിരുന്നു, നമ്മുടെ തെങ്ങിൽ നിന്ന് ഇട്ടതുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അത് തീരാറായതുകൊണ്ട് മാത്രമല്ല, പുറത്തുനിന്ന് വാങ്ങിക്കാൻ ഭയങ്കര വിലയല്ലേ. അപ്പോൾ ഈ ചെറിയ തേങ്ങയൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് തിരുമാൻ മടിയുള്ള കൂട്ടത്തിലാണ്. എന്നിട്ടും കളയാതെ എടുത്ത് വെച്ച്, പണ്ടത്തെ എൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കിയാൽ ചെറിയ തേങ്ങ അല്ലെങ്കിൽ തിരുമാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ മാറ്റി വെക്കുന്ന സാധനങ്ങളായിരുന്നു പണ്ട്. അപ്പോൾ അമ്മ എപ്പോഴും പറയുമായിരുന്നു, തേങ്ങ തിരുമ്മിയ ചിരട്ടയിൽ അത്രയും തേങ്ങ കാണും എന്നൊക്കെ പറയുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ. അത്ര ചെറിയ മുറിഞ്ഞു പോയ ഒരു പാർട്ട് കണ്ടോ, അതുപോലും കളയാതെ വെച്ചിരിക്കുക. കാര്യം ഇപ്പോഴല്ലേ ഇതിൻ്റെയൊക്കെ വില മനസ്സിലാവുന്നത്. അതുകൊണ്ട് അതൊന്നും കളയാതെ തിരുമ്മിയൊക്കെ എടുത്ത് കേട്ടോ. ഒരു സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ, തേങ്ങ മാത്രമല്ലല്ലോ. നമ്മൾ പണ്ട് 500 രൂപയ്ക്ക്, പണ്ടെന്നല്ല ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഒരു 500 രൂപയ്ക്ക് നമുക്ക് അടുക്കളയ്ക്ക് വേണ്ട കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാമായിരുന്നു. ഇപ്പോൾ അടുക്കളയിലേക്ക് വേണ്ട ഒരു ഒറ്റ സാധനത്തിൻ്റെ വിലയാണ് 500 രൂപ. വേറെ ഒന്നുമല്ല, നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത നമ്മുടെ വെളിച്ചെണ്ണയല്ലേ, വെളിച്ചെണ്ണയുടെ വിലയാണ് 500 രൂപ എന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും? സാധാരണക്കാരൊക്കെ എങ്ങനെ ജീവിക്കും അല്ലേ? വെളിച്ചെണ്ണ ഇല്ലാണ്ട് കറി വെക്കാൻ പറ്റില്ല. അപ്പം കൂടുതൽ ഇപ്പോൾ ഗോൾഡ് വിന്നറൊക്കെ ഞങ്ങളും വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്കാണെങ്കിൽ ഈ ഗോൾഡ് വിന്നറിൻ്റെ സ്മെല്ല് അത്ര ഇഷ്ടമല്ല കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണയുടെ ആ ഒരു മണം അത് വേറെ ഒന്നിലും കിട്ടത്തില്ലല്ലോ. അതായത് സാമ്പാർ വെക്കുന്നത് ഉള്ളി മാത്രമേ ഇട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ നോക്കിയപ്പോൾ ക്യാരറ്റൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഉള്ളി മാത്രം ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. മാവൊക്കെ ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെക്കണം കേട്ടോ. ഇപ്പോഴത്തേക്ക് എടുത്തിട്ട് ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ ചിരട്ടയൊന്നും ഇപ്പോൾ കളയത്തില്ല, ഇപ്പോൾ ചിരട്ടയ്ക്ക് വരെയും പൈസയാണല്ലോ. അതുകൊണ്ട് ചിരട്ട എടുത്ത് കളയാതെ കൊണ്ട് സൂക്ഷിച്ചൊക്കെ വെച്ചു. പിന്നെ എനിക്ക് വട്ടാണോന്ന് അറിയത്തില്ല, എനിക്ക് ഇന്നലെ നനച്ചിട്ട തുണിയാട്ടോ. ഈ മഴ സമയത്ത് ഈ ഷീറ്റൊക്കെ കഴുകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? സത്യം പറഞ്ഞാൽ കഴുകാൻ വേണ്ടി എടുത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേനെ പിന്നെ അതിനെ എടുത്ത് മാറ്റാൻ തോന്നിയില്ല. മഴയാണെങ്കിലും കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. ഇന്നലെ നനച്ചിട്ടാണ്, ഇന്നലെ ഫുള്ള് മഴയായിരുന്നല്ലോ. അല്ലെങ്കിൽ ചെറുതായിട്ട് വെള്ളം തോന്നു കഴിയുമ്പോൾ ഞാൻ അകത്ത് കൊണ്ടിടുന്നതാണ്. ഇനിയിപ്പോൾ ആ ഒരു അടിഭാഗത്തുള്ള വെള്ളമേ ഉള്ളൂ, അതും കൂടി തോന്നു കഴിയുമ്പോൾ അകത്ത് കൊണ്ടിട്ട് ഉണക്കിയെടുക്കാം. പക്ഷേ വെയിലത്തുണങ്ങുന്നതിൻ്റെ അത്ര ശരിയാവത്തില്ലല്ലോ. പിന്നെ അതേ കേശപ്പന് വേണ്ടിയിട്ടുള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ദോശ ഇഡലി ആണെങ്കിൽ പിന്നെ ആദ്യമേ ചോദിക്കും ഓറഞ്ച് ചമ്മന്തിയാണോ എന്ന് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഈ ഓറഞ്ച് ചമ്മന്തി. അതായത് ഇച്ചിരി എരി കുറച്ച് മുളക് ചമ്മന്തിയാണ്, അതായത് നമ്മുടെ മുളക് പൊടി ചേർത്തുള്ള ചമ്മന്തിയാണ് കേട്ടോ. പക്ഷേ അത് ഓറഞ്ച് കളറെന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ ഈ ചമ്മന്തി അരയ്ക്കുമ്പോഴേ ഇതിനകത്തൊരു ഇത്തിരി ജീരകം ഞാൻ അരയ്ക്കാറുണ്ട് കേട്ടോ. പണ്ടെന്ന് വെച്ചാൽ ഒരുപാട് പണ്ടൊന്നുമല്ല, എവിടെയോ ഒരു ഫംഗ്ഷന് വെച്ചിട്ട് ചമ്മന്തി ഇങ്ങനെ അരച്ചപ്പോഴത്തേക്കിന് അവിടെ ഇങ്ങനെ ജീരകം ചേർത്ത് അരയ്ക്കുന്നത് ഞാൻ കണ്ടു കേട്ടോ. പക്ഷേ ആ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ എപ്പോഴും അങ്ങനെ ഇടാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. ടേസ്റ്റ് വ്യത്യാസം ഒന്നും വരത്തില്ല. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ഇപ്പം നോക്കിക്കോണം കേട്ടോ. പിടിച്ചാണ് വെളിച്ചെണ്ണ ഒഴിച്ച കണ്ടോ ഞാൻ. പക്ഷേ ഒഴിക്കാൻ നമുക്ക് തോന്നില്ലല്ലോ, അത്രയ്ക്ക് ഇതല്ലേ ഇപ്പം. അങ്ങനെ ഒരു നുള്ളു വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് ചമ്മന്തി റെഡിയാക്കുന്നു. അപ്പോൾ സാമ്പാറിന് അരപ്പൊക്കെ ചേർക്കാനുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ചായയും കുടിച്ചുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കറിവേപ്പില ഇങ്ങനെ പ്ലാസ്റ്റിക് ടിന്നിനകത്താണ് ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണേ, അമ്മ ഇടയ്ക്ക് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇട്ട് വെച്ചാൽ കുറേ നാൾ ഇരുന്നോളും. അതായത് ചമ്മന്തിയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് കറിയായിട്ടൊന്നുമല്ല, കുറച്ച് കുറുകിയ രീതിയിലാണ് ചമ്മന്തി എടുക്കുന്നത്. ഇപ്പം ദോശയ്ക്ക് വേണ്ടി എടുക്കാൻ സാമ്പാറും ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ രണ്ടും കൂടെ ആകുമ്പം നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചമ്മന്തിയൊക്കെ ആക്കിയിട്ട് ഒഴിച്ചു വെച്ചു. പിന്നെ നമ്മുടെ സാമ്പാറിന് വേണ്ടിയിട്ട് കുറച്ച് സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, കായവും പുളിയൊക്കെ ചേർത്ത് പിന്നെ അവസാനത്തെ കടുവും കൂടി വറക്കുന്നു കേട്ടോ. അപ്പോൾ ഇതിനെയും കടുവ് വറക്കാൻ നോക്കി സത്യം പറഞ്ഞാൽ ഇതിൽ കൂടുതൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുവ് വറുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇടും, അപ്പം ആ ഒരു ചുമന്ന ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. സാമ്പാറിനും കടുവൊക്കെ വറുത്ത് ചേർത്തു. അപ്പോൾ കശപ്പന എണ്ണീറ്റിട്ടൊന്നുമില്ല കേട്ടോ. മഴയും തണുപ്പും ഒക്കെ അല്ലേ, എങ്ങനെ വിളിച്ചുണർത്താനും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എൻ്റെ അടുത്ത്
രാവിലെ എണീക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ വന്ന് തട്ടി വിളിക്കണം, അപ്പം ഞാൻ എണീറ്റോളാം എന്നൊക്കെ പറഞ്ഞാൽ കിടന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ വിളിക്കാൻ നിന്നില്ല. എല്ലാ ജോലിയൊക്കെ കഴിഞ്ഞിട്ടേ കുറച്ച് നേരം ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം മാവിനെ രണ്ടാക്കി എടുത്ത് വെക്കുന്നുണ്ട്, പ്ലാസ്റ്റിക്കിനകത്തെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തേക്കുള്ളത് ആ കലത്തിൽ തന്നെ വെച്ച് ഉപ്പൊക്കെ ഇട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പം ദോശയായതുകൊണ്ട് കഴിക്കാൻ സമയത്തേ ഉണ്ടാക്കുന്നുള്ളൂ. ഉപ്പും ഇട്ട് ഇളക്കി വെച്ചിട്ട് എനിക്ക് കേശപ്പന് കൊടുത്തു വിടാനുള്ള 2 ദോശയാണ് ഉണ്ടാക്കുന്നത്. 2 ദോശ നല്ല കുട്ടി ദോശയാണ് ഉണ്ടാക്കുന്നത്. മറ്റേ പാത്രത്തിൽ ഞാൻ മുട്ടയും കൂടി ഉണ്ടാക്കുന്നുണ്ട്, മുട്ട പൊരിക്കാൻ കേശപ്പന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ കട്ടി ദോശ, കുട്ടി ദോശ എന്ന് പറയും, ഇങ്ങനെ പരത്തി ഉണ്ടാക്കാതെ വേണ്ടേ. അപ്പോൾ അതേ മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചു. വെറുതെ ഉള്ളിയൊന്നും ഇടാതെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പുമൊക്കെ മാത്രം ഇട്ടിട്ട് തിരിച്ചിട്ടിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ 2 ദോശയാണ് കൊടുത്തു വിടുന്നത്. നല്ല കനം കുറഞ്ഞ ദോശയാണെങ്കിൽ നമ്മൾ 3 എണ്ണം വെച്ച് കൊടുക്കും. കട്ടിയുള്ളതുകൊണ്ടാണ് 2 ദോശ. അപ്പോൾ മുട്ടയും കൂടി ഉള്ളതുകൊണ്ട് 2 എണ്ണമൊക്കെ കഴിക്കുമ്പോഴേ വയറ് നിറയും. അതുകൊണ്ട് ഇതേ 2 ദോശയും പിന്നെ ചമ്മന്തി. സാമ്പാർ കൊടുത്തു വിടുന്നില്ല കേട്ടോ, ചമ്മന്തി മാത്രമേ കൊടുത്തു വിടുന്നുള്ളൂ. അപ്പോൾ ഈ സാമ്പാറും ചമ്മന്തിയും കൂടെ വെച്ചാൽ അവൻ ആദ്യമേ ചമ്മന്തി എടുക്കുകയുള്ളൂ. അതുകൊണ്ട് പിന്നെ ചമ്മന്തി തന്നെ ഒഴിച്ചു. ഇനി വേണം കേശപ്പനെ പോയി വിളിക്കാൻ വേണ്ടിയിട്ടൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാം എടുത്തൊക്കെ വെച്ച്, അപ്പോൾ ഞാൻ അകത്ത് പോയി റൂമിൽ പോയി വിളിച്ചപ്പോഴത്തേക്കിന് എണ്ണീറ്റൊക്കെ വന്ന് ദേ ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് കിടന്നു കേട്ടോ. ഇവിടെ വന്നിങ്ങനെ ചിലപ്പോൾ എണ്ണീറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിങ്ങനെ അനങ്ങാതെ കിടക്കും. ഞാൻ ചിലപ്പോൾ അടുക്കളയിൽ നിന്ന് തിരിച്ച് വരുമ്പോഴായിരിക്കും ഇവിടെ കിടക്കുന്നത് കാണുന്നത്. അങ്ങനെ ഞാൻ ചെന്ന് ദേ വിളിച്ചുണർത്തുന്നുണ്ട്, എണ്ണീക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ അങ്ങോട്ടും തിരിച്ച് ഇങ്ങോട്ടും തിരിച്ചൊക്കെ കിടത്തി പതുക്കെ എണീപ്പിച്ചിട്ട് പിന്നെ നേരെ പല്ല് തേക്കാൻ കൊണ്ടുപോയി. പല്ല് തേപ്പിച്ചിട്ട് കുളിപ്പിക്കാൻ, ഇന്ന് ചൂടുവെള്ളത്തിലാണ് ഞാൻ കുളിപ്പിച്ചത്. നല്ല തണുപ്പല്ലേ, എങ്ങനെ കൊണ്ട് രാവിലെ ഇത്രയും, അല്ലെങ്കിൽ അവന് മടിയൊന്നുമില്ല, ഭയങ്കര ഫാൻ ഇട്ടേ കിടക്കുന്ന ആളാണ് ഇത്രയും തണുപ്പത്തും. പിന്നെ ഒരു തണുപ്പുണ്ടല്ലോ, കുളിക്കുമ്പോൾ തണുപ്പ് കാണുമല്ലോ വെള്ളത്തിനൊക്കെ. അതുകൊണ്ട് ഞാൻ വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ടൊക്കെയായിരുന്നു കുളിപ്പിച്ചത്. അങ്ങനെ പല്ലൊക്കെ തേപ്പിച്ച് കൊടുത്തു, റെഡിയാക്കി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ദോശയൊക്കെ ആയതുകൊണ്ട് കഴിച്ചിട്ടുണ്ട്. റെഡിയായി നിൽക്കുമോ ഇനി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ മഴക്കോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സ്കൂളിൽ പോകാൻ ഇറങ്ങുന്ന സമയത്തൊക്കെ മഴ പെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എങ്കിൽ കാലാവസ്ഥയിൽ വ്യത്യാസം വന്നു, ചെറിയൊരു വെയിലൊക്കെ ഇടയ്ക്ക് വന്നു. അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഗേറ്റൊക്കെ പോയി തുറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ എൻ്റെ ജോലികളൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ചോറ് മാത്രം വെച്ചാൽ മതി കേട്ടോ. സാമ്പാർ, രസം, മീൻകറിയൊക്കെ ഇരിപ്പുണ്ട് ഇന്നലത്തേത്. അപ്പം ഇനിയിപ്പോൾ ഇവർ പോയി എനിക്ക് വേറെ ജോലിയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാം, നേരെ പോയി കാപ്പി എടുത്ത് കുടിച്ചിട്ടേ ഇനി ഒന്ന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങുക, റെസ്റ്റ് എടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ അങ്ങ് കഴിക്കാമെന്നും വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഓർക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ.